ഇന്ന് നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ അല്ലെങ്കിൽ ടീ ടൈം സ്നാക്സ് ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് കാണിക്കുന്നത്. ചപ്പാത്തിയൊക്കെ ബാക്കി വരുന്ന സമയത്ത് ചപ്പാത്തി ഒന്നും കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചപ്പാത്തിയാണ് ആദ്യം വേണ്ടത്. തലേദിവസമൊക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കിയൊക്കെ ആവുന്ന സമയത്തോ അല്ലെങ്കിൽ ഇതിനായിട്ട് പുതുതായിട്ട് ഉണ്ടാക്കിയാലും മതി കേട്ടോ. ഇപ്പോൾ ഒരു 3 ചപ്പാത്തിയുടെ അളവിലാണ് നമ്മൾ ഈ ഒരു റെസിപ്പി കാണിക്കുന്നത്. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന ഡീറ്റെയിൽ വീഡിയോ ഞാൻ കാണിക്കുന്നില്ല. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് ഗോതമ്പ് പൊടി, ഉപ്പ്, വെള്ളം കൂടെ ചേർത്ത് കുഴച്ചിട്ട് പരത്തി ചുട്ടെടുത്തിട്ടുള്ളതാണ്. ആദ്യം നമുക്ക് ഓരോ ചപ്പാത്തി വീതം എടുത്തിട്ട് ഇതുപോലെ ഒന്നങ്ങ് മടക്കി കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് കത്തി വെച്ചിട്ട് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. കത്രിക കൊണ്ട് മുറിക്കാൻ എളുപ്പമാണെങ്കിൽ അങ്ങനെ ആയാലും മതി. മടക്കിയിട്ട് ഇങ്ങനെ മുറിക്കുന്ന സമയത്ത് നമുക്ക് നൂഡിൽസൊക്കെ പോലെ ഇങ്ങനെ നീളത്തിൽ കുട്ടികൾക്ക് ഇഷ്ടമായിരിക്കും ഇതുപോലെ മുറിച്ചെടുക്കുന്ന സമയത്ത്. ഇപ്പോൾ ഞാനിവിടെ 3 ചപ്പാത്തി അതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്കൊരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കി എടുക്കുക. ഇതിലേക്ക് കുറച്ച് ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 100 ഗ്രാം അല്ലെങ്കിൽ ഒരു 130 ഗ്രാമാണ് ഇപ്പോൾ ഇതുള്ളത് കേട്ടോ. ശരിക്കും എല്ലില്ലാത്ത ചിക്കൻ, ബോൺലെസ് ചിക്കൻ ഇതുപോലെ ചെറുതായിട്ട് നീളത്തിൽ മുറിച്ചെടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിക്കോളും. കട്ടിയില്ലാതെ ചെറുതായി മുറിച്ചിട്ടുള്ളതല്ലേ. ഇനിയിപ്പോൾ ചിക്കൻ വേണ്ട, വെജിറ്റബിൾസ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജ് അങ്ങ് ഒഴിവാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ ഉപ്പ് കാര്യങ്ങൾ മസാലപ്പൊടികളൊന്നും ചേർത്തിട്ടില്ല. വെറുതെ എണ്ണയിലിട്ടിട്ട് ഒന്നങ്ങ് വേവിച്ചെടുക്കുകയാണ്. എല്ലില്ലാത്ത ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടിക്കോളും. അപ്പോൾ ഏകദേശം ഒരു പകുതി 3/4 ഭാഗത്തോളം വേവായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് പാകത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് 3/4 ടീസ്പൂണൊക്കെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ കുറച്ചൊരു ഫ്രൈ ആയ ഒരു ടേസ്റ്റും കിട്ടിക്കോളും ഇങ്ങനെ ആവുന്ന സമയത്ത്. എന്നിട്ട് ഈ സമയത്ത് ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ സോയ സോസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സായിട്ട് ഈ ഒരു രീതിയിൽ ഫ്രൈ ആവുന്ന പോലെ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ റെഡിയാക്കിയിട്ടുള്ള ചിക്കൻ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ഈ ഓയിലിലേക്ക് തന്നെ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി മുറിച്ചതും 2 പച്ചമുളക് മുറിച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവ് കൂടുതൽ വേണമെങ്കിൽ മുളക് കൂട്ടിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒരു കഷ്ണം സവാള മതി, ഒരു ഉള്ളിയുടെ ഒക്കെ ഒരു പകുതി മതിയാകും. അത് ഇതുപോലെ നീളത്തിൽ മുറിച്ചതോടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇത് ഒരുപാട് നേരം വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിലേക്കുള്ള ക്യാരറ്റ് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിനായിട്ട് ഒരു മീഡിയം സൈസിൽ വരുന്ന ക്യാരറ്റ് ഇതുപോലെ അധികം കട്ടിയില്ലാതെ നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് ക്യാപ്സിക്കം നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. രണ്ടും കൂടെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. ഒരുപാട് വെന്തുടയേണ്ട ടേസ്റ്റിൻ്റെ ആവശ്യമില്ല. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. പാകത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് ഒരുപാട് വേണ്ട കേട്ടോ, കാരണം നമ്മൾ കുറച്ച് സോയ സോസൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളത് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് നോക്കിയിട്ട് മതി കേട്ടോ, കൂടുതലും കുറവ് വേണമെങ്കിൽ എടുക്കുക. എന്നിട്ട് ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കണം. ഇനിയൊരു 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ സോയ സോസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലൈറ്റ് സോയ സോസാണ്. പിന്നെ വേറെ കാര്യമായിട്ട് സോസുകളൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ കുറച്ച് കൂടുതൽ സോസിൻ്റെ അളവ് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് മാറ്റം വരുത്താം. എന്നിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, നമ്മൾ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനിയാണ് ഇതിലേക്ക് നമ്മൾ ആദ്യം മുറിച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ചപ്പാത്തി ഉണ്ടല്ലോ, അതിട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് വേണ്ടത്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പം ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ആ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മതി, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ വെജിറ്റബിൾസ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ആ ചിക്കനും മുട്ടയും ഒഴിവാക്കിയാൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയാൽ ആ ഒരു ചപ്പാത്തിയുടെ വെജിറ്റബിൾസിൻ്റെ ഒക്കെ എല്ലാ ഭാഗത്തേക്കും മുട്ടയും കൂടെ മിക്സായി കിട്ടിക്കോളും. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി. അപ്പോൾ ഇത്രയുള്ള പരിപാടി. ചൂടോടുകൂടി തന്നെ കഴിക്കുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സ്പ്രിംഗ് ഓനിയനൊക്കെ ഉണ്ടെങ്കിൽ മുറിച്ചിടാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ മല്ലിയില വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില ലാസ്റ്റ് ഇട്ടിട്ട് കഴിക്കാം കേട്ടോ. അതൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് കയ്യിലുള്ളതിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. എപ്പോഴും നമ്മൾ ചപ്പാത്തി കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കുന്ന സമയത്ത് വല്ലപ്പോഴും ഒരു നല്ല വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തു വെക്കാൻ പറ്റുന്ന ഒരു നല്ല റെസിപ്പി തന്നെയാണ് കേട്ടോ അത്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ചെയ്തു വെക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ.
അപ്പോൾ ഇനി എന്തായാലും നല്ല റെസിപ്പി ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക്